വലിയ പ്രതീക്ഷയിലാണ് ബി.ജെ.പി. ഈ ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഭരണം പിടിക്കാൻ അല്ലെങ്കിൽ ഭരണത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നു, ക്ലച്ച് പിടിക്കില്ല ബി.ജെ.പി. ഉം. നിലം തൊടില്ല എന്നാണല്ലോ പറയുന്നത്. പിന്നെ ആർക്കാണെന്താവോ ക്ലച്ച് പിടിക്കുക കേരളത്തില്? യു.ഡി.എഫ് വൻ ഭൂരിപക്ഷത്തിൽ വരുമെന്നാണ് പറയുന്നത്. അതെ. അത് ഇന്നിപ്പോ രാവിലെ അവരുടെ മുസ്ലിം ലീഗിന്റെ സർവ്വാധികാരിയായ ശിഹാബ് പഴം. സാദിഖലി തങ്ങളും അതെ. പറഞ്ഞു റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി ബി.ജെ.പി. ജയിക്കുന്നു. ബി.ജെ.പി. അല്ല. റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി യു.ഡി.എഫ്. ഉം. ജയിക്കുന്നു. അപ്പോൾ അത് തന്നെ കുഞ്ഞാലിക്കുട്ടി ഏറ്റു പറഞ്ഞതാണ്. അപ്പോൾ ആശാൻ പറയുന്നത് ശിഷ്യൻ ഏറ്റു പറയും. അപ്പോൾ പ്രജിതയ്ക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല. ഇതിന് മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 2021 കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി യു.ഡി.എഫ്. അധികാരത്തിൽ വരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ എന്താ ഉണ്ടായെന്ന് നമുക്കറിയാം. മുസ്ലിം ലീഗുകാർ മൊത്തം പറഞ്ഞു ഞങ്ങൾ യു.ഡി.എഫ്. വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുന്നു. ആ പഴയ ഉം. പേപ്പറൊക്കെ എടുത്ത് നോക്കി അറിയാൻ പറ്റുമേ. അത് കഴിഞ്ഞിട്ട് 2016 ഇത് തന്നെയാണ് പറഞ്ഞത്. 2016 ഇവർ പറഞ്ഞു ഭരണ തുടർച്ചയുണ്ടാവും ഞങ്ങൾ ജയിക്കുന്ന പറഞ്ഞു. ഞങ്ങൾക്ക് പ്രതീക്ഷ നല്ലതാണ്. പക്ഷേ അമിത പ്രതീക്ഷയാകുമ്പോഴാണല്ലോ എല്ലാവർക്കും പ്രശ്നം. അവർക്ക് വളരെ ഓവർ കോൺഫിഡൻ്റ് ആണ്. വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ 100 കൂടുതൽ സീറ്റ് കിട്ടും. ഇന്ന് രാവിലെ വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു അയ്യൻ്റെ സ്വർണം കട്ടവരെ ഉം. ഞങ്ങൾ പോലീസിൽ ഞങ്ങൾ ജയിലിലയക്കും. അതിനുള്ള ശിക്ഷ അയ്യപ്പൻ കൊടുക്കുന്നവൻ. അപ്പം അപ്പൊ ഈ അത് വിറ്റവരെ എന്ത് ചെയ്യുമെന്ന് പറയുന്നു. അതിൽ ഒരു കാര്യമുണ്ട്. പിന്നെ മറ്റേ നമ്മുടെ പ്രാക്കുളം കാസ്ട്രോ നല്ല സീറ്റ് കൊടുത്തിട്ടുണ്ട് ഇവർക്ക്. അതെ. എന്താ നിഷ്കളങ്കയാണെന്ന്. സോണിയാഗാന്ധിക്ക് അവർക്ക് കുറ്റമൊന്നും അവർ ചെയ്തിട്ടില്ലാന്ന്. അത് എന്തെങ്കിലും ആട്ടെ. പക്ഷേ ഈ ഓവർ കോൺഫിഡൻസ് വളരെ നല്ലതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അപ്പം അതിന് ചാടിക്കയറി പറയുക ഞങ്ങൾ വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും എന്ന് പറയുന്നത് ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ്. കാരണം അവരാണ് തീരുമാനിക്കുന്നത്. അവർ തീരുമാനിച്ചാലല്ലേ ഇവർ ജയിക്കുള്ളൂ. അവർ വോട്ട് ചെയ്ത് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് പറയാം പൊതുവെയുള്ള ട്രെൻഡ് അനുസരിച്ച് ഞങ്ങൾക്ക് അതെ. പ്രതീക്ഷയുണ്ടെന്ന് വേണേൽ പറയാം. അതല്ലാണ്ട് ഞങ്ങൾ മറ്റേ ഇവർ ക്ലച്ച് പിടിക്കില്ല, മറ്റേ ഒരു ഗിയറിൽ വീഴില്ല, അതല്ലെങ്കിൽ എൻ്റെ ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടൂല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4-ാം തീയതി വൈകുന്നേരം വരെ നിൽക്കണ്ടേ ഇതൊക്കെ അറിഞ്ഞ് ഇതായിട്ട് വരണം എന്നുണ്ടെങ്കിൽ. ഇതിപ്പോ ഇന്ന് വൈകിട്ടത്തോടു കൂടി എത്ര ശതമാനം പോളിംഗ് നടന്നിട്ടുണ്ട്? ആ പോളിംഗിൽ ഓരോ മണ്ഡലങ്ങളിലും നടന്നിട്ടുള്ള പോളിംഗും ഇതെല്ലാം അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് കൃത്യമായ ഒരു ധാരണ. അതെ. അതുപോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സാധാരണ 2 മുന്നണികളാണ്. ഇടത് വലത് മുന്നണികൾ പരസ്പരമുള്ള പോരടിക്കലായിരുന്നു ഈ തിരഞ്ഞെടുപ്പെങ്കിൽ, ഇത്തവണ ബി.ജെ.പി. വന്നിരിക്കുന്നു. എൻ.ഡി.എ മുന്നണി കൂടി ഉണ്ട്. ഇപ്പോൾ 3 മുന്നണികളെ വെച്ച് നമ്മൾക്ക് നോക്കിയാലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ആൾക്കൂട്ടം അവർ വിചാരിക്കുന്നതിനേക്കാൾ വലിയ ആൾക്കൂട്ടം ഇവർക്കൊപ്പം ഉണ്ടെങ്കിലും, ഈ ആൾക്കൂട്ടം മുഴുവനും ഇവർക്കുള്ള വോട്ടായി മാറണമെന്നില്ല. അതെ. അത് മനസ്സിലാക്കാതെ ഉള്ള പ എന്താ പറയാ, വികാര പ്രകടനങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റും. ഇത് അവർ പഴയ രീതിയിൽ ചിന്തിക്കുന്നവരാണ്. ഈ കുഞ്ഞാലിക്കുട്ടിയും പിന്നെ മറ്റ് പ്രമുഖന്മാരും മുസ്ലിം ലീഗിലെ. അവർ കുറച്ച് പേര് മാത്രമായിരുന്നല്ലോ ഒരു കാലത്ത് വിദ്യാഭ്യാസവും പിന്നെ വിവരമൊക്കെ നേടിയിട്ടുള്ളവർ. ഉം. അവരിപ്പം ഒരു കാര്യം മറന്നു പോണു. പണ്ട് മുസ്ലിങ്ങൾ മീൻ വിൽക്കാനും കൂലിത്തൊഴിൽ ചെയ്യാനൊക്കെ ആയിട്ട് നടന്നിരുന്ന സ്ഥാനത്ത് അവരെല്ലാവരും വിദ്യാസമ്പന്നരായി കഴിഞ്ഞു. ഇന്ന് നിരക്ഷരരായ ഇസ്ലാം സമുദായത്തിൽപ്പെട്ടവരെ കാണാനായിട്ട് വളരെ അപൂർവമായിട്ടേ കാണാൻ പറ്റുള്ളൂ. പിന്നെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ സമുദായത്തിലുള്ളവർ നല്ലൊരു ശതമാനവും ഭീകരവാദത്തിലേക്കും എക്സ്ട്രീമിസത്തിലേക്കും പോകുന്നു. അത് ഈ പറഞ്ഞ പോലെ അവരെ നയിക്കുന്നവരുടെ കുഴപ്പമാണത്. അവരെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചേക്കുക, ഇൻഡോക്ട്രിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പേടിയുണ്ടാവും. പക്ഷേ ഈ ഓവർ കോൺഫിഡൻസ് അത്ര നല്ലതല്ല. എനിക്ക് കാരണം ഈ അന്തിമ ഇതിൽ ഉം. തെരഞ്ഞെടുപ്പിൽ ഈ ഇത് തീരുമാനിക്കുക, റിസൾട്ട് തീരുമാനിക്കുക ജനങ്ങളാണ് എന്നുള്ള വസ്തുത ഈ നേതാക്കന്മാർ പലരും മറന്നു പോകണു എന്നുള്ളതാണ്. ഈ 10 വർഷമായിട്ട് വെന്റിലേറ്ററിൽ കിടക്കുകയാണ് ലീഗ്. ഉം. ലീഗിന്റെ അവസാന പ്രതീക്ഷകളാണ്. അവസാന നാളുകളോ മണിക്കൂറുകളോ ഒക്കെ അല്ലേ ഈ കടന്നു പോകുന്നത്. അതിനിടയിൽ ഈ അമിത ആത്മവിശ്വാസമൊക്കെ ആവശ്യമുണ്ടോ? ഈ അന്ത്യശയ്യയിൽ കിടക്കണ ശരശയ്യയിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ
എന്താ പറയണേ, ശ്വാസം വിടാനായിട്ട് ഒരു ഇത് കാണിക്കല്ലേ. ഉം. ഇപ്പം എനിക്കൊക്കെ മരിക്കാൻ വലിയ സന്തോഷമുള്ളൂ. എത്ര നേരത്തെ മരിച്ചു പോകണം എന്നുള്ള ആഗ്രഹത്തിൽ അവിടെ ജീവിക്കുന്ന ആളാണ് ഞാനൊക്കെ. പക്ഷേ ഈ രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കാലൻ വരുമ്പോൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 2 ദിവസം കൂടി അഡീഷണലായിട്ട് തരാൻ തരില്ലെന്ന് നമ്മളൊന്ന് ചോദിച്ചു പോകും. അത് മനുഷ്യ സഹജമാണ്. അതിന് ഈ എത്ര മരിക്കാൻ കിടക്കുന്ന ആൾക്കാരാണെങ്കിലും അറിയാതെ ചോദിച്ചു പോകും ആൾക്കാർ. ഒരു ദിവസം കൂടി കൂടുതലൊന്ന് ജീവിച്ചുകൂടെ എന്ന് ചോദിച്ചു പോകും. ഇതിൽ മറ്റൊരു കോമഡി കൂടി വരുന്നുണ്ട്. ജനാധിപത്യം വിജയിക്കണമെന്നാണ് സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത്. സുകുമാരൻ നായരും ജനാധിപത്യവും തമ്മിൽ എന്ത് ബന്ധമുണ്ട് എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. അദ്ദേഹം പെരുന്നേലെ പോപ്പാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രധാന ജോലി നമ്മുടെ മന്നത്ത് പത്മനാഭൻ്റെ ശവകുടീരത്തിന് കാവലിരിപ്പാണ്. അവിടെ ആരൊക്കെ കാണണം, മന്നത്തിനെ ആര് പോയി കാണണം, അവിടെ ആര് പുഷ്പാർച്ചന നടത്തണം, മന്നത്തിൻ്റെ ആത്മാവുമായിട്ട് ആരൊക്കെയാണ് സംവദിക്കാൻ യോഗ്യൻ എന്ന് തീരുമാനിക്കുന്നത് സുകുമാരൻ നായരാണ്. അപ്പോൾ സുകുമാരൻ നായർ ഈ പറഞ്ഞ പോലെ വയസ്സായി. ഇപ്പം ജനാധിപത്യം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയോ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം പരിശോധിക്കണം. BJP കേന്ദ്രങ്ങളിലെല്ലാം പക്ഷെ വലിയ ഒരു ഉണർവുണ്ട്. ഇപ്പോൾ ഇന്നലെ വരുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ നിമിഷം വന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ശോഭ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. അത് എന്താണ് നടന്നത് എന്നുള്ളത് പിന്നീടുള്ള മണിക്കൂറുകളിലോ എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ ക്രിയേറ്റ് ചെയ്തത് ഒക്കെയും വലിയൊരു വിഷയമായി മാറി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ആര് ചെയ്തോ ഇത് അവർക്കുള്ള തിരിച്ചടിയായി തന്നെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിലേക്കാണ് ആ വീഡിയോയുടെ ക്ലിപ്പിങ്ങുകളെല്ലാം ഇറങ്ങിയപ്പോൾ ഉണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. പക്ഷെ പിഷാരടി പറയുന്നുണ്ട് വലിയ ആത്മവിശ്വാസത്തിലാണ് അവിടെ രമേശ് പിഷാരടി. അല്ല, രമേശ് പിഷാരടിക്ക് ആത്മവിശ്വാസം കാണിച്ചേ പറ്റുള്ളൂല്ലോ. ഇത്രയും നാള് പ്രചരണം നടത്തിയതല്ലേ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഒരു കുറ്റം ചെയ്യുമ്പോൾ ആ കുറ്റത്തിലേക്ക് നമ്മളെ ആ കുറ്റത്തിൻ്റെ സോഴ്സിലേക്ക് മറ്റൊരാളെ നയിക്കുന്ന ഒരു തെളിവ് അവിടെ നമ്മൾ അറിയാതെ ഇട്ടിട്ട് പോകും. അപ്പോൾ പണ്ട് ജെഫ്രി ആർച്ചറുമായിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, പെർഫെക്റ്റ് മേർഡർ എന്ന് വന്നിട്ട് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ചെറിയ കഥയാണ്. അപ്പം അതിൽ പറയുന്നത് ദർ ഇസ് നത്തിങ് ലൈക്ക് ആൻ അബ്സല്യൂട്ട് എന്താണ് പറയുന്നത് ക്രൈം. ഒരു കൊലപാതകം ചെയ്യുമ്പോഴോ ഒരു മോഷണം നടത്തുമ്പോഴോ അത് എത്ര വെൽ പ്ലാൻഡായിട്ട് ചെയ്താൽ കൂടി, എത്രമാത്രം ആസൂത്രണം ചെയ്ത് ഫുൾ പ്രൂഫ് മെക്കാനിസം വഴി ചെയ്താൽ കൂടി അതിലേക്ക് അന്വേഷണ സംഘം എത്തും, പ്രൊവൈഡഡ് വേറെ ആരും ഇൻ്റർഫിയർ ചെയ്തില്ല. ഞാനൊരു കാര്യം പറയാം അതിനകത്ത്. ഈ 1970-കളുടെ അറ്റാണ് ഒരു പോപ്പ്, അൽബെനോ ലൂസിയാനി എന്ന് പറഞ്ഞൊരു പോപ്പ് ഉണ്ടായിരുന്നു, ഇറ്റാലിയൻ പോപ്പ്. അയാൾ ഒരു മാസമേ കസേരയിൽ ഇരുന്നുള്ളൂ. അയാളെ കൊന്നു, മരിച്ചു എന്നാണ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്തില്ല, മരിച്ചു. അയാൾ വീട്ടിൽ കട്ടിലിൽ മരിച്ചു കിടക്കണ കണ്ടു. ഹാർട്ട് അറ്റാക്ക് വന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ഇത് വന്നത് മുഴുവൻ. ശരിയായിരിക്കും. അൾട്ടിമേറ്റ്ലി അയാളെ വിഷം കുത്തിവെച്ച് കൊന്നു എന്നാണ് പറഞ്ഞത്. വിഷം കുത്തിവെച്ചപ്പോൾ ഹാർട്ട് നിന്നുകയാണ്. അങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഈ കേസിന് തുമ്പുണ്ടായത് എന്താ പറയുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. അതായത് ഈ കേസിനെ തുടർന്ന് ഒരു ബാങ്ക് ഓഫ് വത്തിക്കാൻ എന്തോട്ട് പറഞ്ഞ ഒരു ബാങ്കുണ്ട്. അവിടെയാണ് വത്തിക്കാനിലെ പൈസ മുഴുവൻ സൂക്ഷിച്ചു വെച്ചിരുന്നത്. അപ്പോൾ വത്തിക്കാനിലെ പൈസയിൽ മാഫിയ രാജാക്കന്മാരുടെ പൈസയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഈ അൽബിനോ ലൂസിയാനി എന്ന് പറഞ്ഞ പോപ്പ് ജോൺ പോൾ ഒന്നാമൻ അയാൾക്ക് സംശയം ഉണ്ടായപ്പോൾ അതിനെക്കുറിച്ച് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടു. അതാണ് അദ്ദേഹം ഒപ്പിട്ട ലാസ്റ്റ് ഡോക്യുമെൻ്റ് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ ഉടനെ വിത്തിൻ ഡേയ്സ് അദ്ദേഹം മരിച്ചു. ഈ വാത്തിക്കാൻ ബാങ്കിൻ്റെ ഈ നടന്ന ക്രൈമിനെ അന്വേഷിച്ച് പോയ ആൾക്കാർ ഈ വത്തിക്കാൻ ബാങ്കിൻ്റെ മാനേജർ പേര് റോബർട്ടോ കാൽവി എന്നാണ്. എനിക്ക് ഈ വയസ്സായി, ഓർമ്മ കുറച്ച് ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ച പുസ്തകമാണ്. അപ്പോൾ ഈ റോബർട്ടോ കാൽവി ഒരു ദിവസം ലണ്ടൻ ബ്രിഡ്ജിൽ തൂങ്ങി നിൽക്കണം. മനസ്സിലായില്ലേ? ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞ തെളിവിൽ എത്തി. അന്വേഷണമൊന്നും നടത്തിയിട്ട് ഒരു വകയും കിട്ടിയില്ല. ആത്മഹത്യയാണെന്ന് എഴുതി തള്ളി. അവസാനം വർഷങ്ങൾക്ക് ശേഷം പുതിയ ഒരു സ്പെക്ട്രോസ്കോപ്പ് അങ്ങനെ എന്തോ ഒരു ഉപകരണം കണ്ടുപിടിച്ച് അതിൽ അയാളുടെ ഡ്രസ്സിൻ്റെ കണ്ടൻ്റ് എടുത്ത് പരിശോധിച്ചപ്പോൾ
അത് ആത്മഹത്യയല്ല, അയാൾ സ്വയം തൂങ്ങിയതല്ല, അയാളെ തല്ലിക്കൊന്ന് കൊണ്ടുവന്ന് കെട്ടി തൂക്കിയിട്ടതാണെന്ന് തെളിഞ്ഞു. അപ്പം ഇതുപോലെ ഈ ഈ അതൊരു വലിയ കേസാണെങ്കിലും ഇതൊരു ചെറിയ കേസാണ്. ഇവിടെ പാലക്കാട് നടക്കുന്ന ചെറിയ കേസാണ്. ഇതിൽ എവിടെയെല്ലാമോ മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ട്. നമ്മൾ നേരത്തെ ശരണ്യയുടെ കേസ് പറഞ്ഞ പോലെ. ഒന്ന്, ശോഭാ സുരേന്ദ്രൻ അത്ര മണ്ടിയൊന്നുമല്ല പൈസ കൊടുത്ത് വോട്ട് മേടിക്കുക. അവർക്കറിയാം അവർക്ക് കിട്ടേണ്ട വോട്ട് എത്രയാണെങ്കിലും കിട്ടുന്നു. 8-10 എത്രയോ വർഷമായി അവർ പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. നമ്മളൊരിക്കൽ പ്രജിത ഓർക്കുന്നുണ്ടോ, ഒരു മുക്കാൽ ചാനൽ അവരുടെ ഒരു റിപ്പോർട്ടർ അവരോട് ചോദ്യം ചോദിച്ചു, നിങ്ങളെങ്ങനെ ലക്ഷാധിപതിയോ കോടിപതിയൊക്കെ ആയെന്ന്. അപ്പോൾ അന്ന് തൊട്ടേ ഉണ്ടായിരുന്നു ഇവരെ അറ്റാക്ക് ചെയ്യാനായിട്ട്. അതിലേക്ക് അവർ വളരെ നല്ല മറുപടി കൊടുത്ത് രക്ഷപ്പെട്ടു. എന്താ പറയുക, അവരെ നിലംപരിശാക്കി. ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും ശരി, അവസാന നിമിഷങ്ങളിൽ വളരെ കെയർഫുള്ളായിരിക്കും. വളരെ കെയർഫുൾ എന്ന് പറഞ്ഞാൽ വളരെ കെയർഫുള്ളായിരിക്കും. അവരതൊന്നും ചെയ്യില്ല. അതെല്ലാവർക്കും അറിയാതെ. ഇത് ഒരു കിട്ടിയാൽ കിട്ടി. അവരെന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, ഇന്നലെ ഈ ആരോപണം വന്നു കഴിഞ്ഞാൽ ഈ ആരോപണം നിഷേധിക്കാൻ സമയമെടുക്കുമല്ലോ. സമയമില്ല. പക്ഷേ 10 മണിക്കൂറോ 12 മണിക്കൂർ കഴിഞ്ഞാൽ ആൾക്കാർ പോളിംഗ് ബൂത്തിലേക്ക് പോകും. ടി വി ഒന്നും നോക്കൂല ആൾക്കാർ. ഈ ഒരു കാര്യം ശ്രദ്ധിക്കും ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാമെന്ന രീതിയിൽ പാലക്കാട്ടെ ഒരു പ്രമുഖ അല്ലെങ്കിൽ ഇസ്ലാമിക് തീവ്രവാദിയുടെ നേതൃത്വത്തിൽ, ആ ഇസ്ലാമിക് തീവ്രവാദി വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അങ്ങനെ ഉണ്ടാക്കിയ ഒരു കെട്ടുകഥയാണ്. ഇപ്പോൾ ബി ജെ പിയുടെ ഒരു കാര്യം എടുത്ത് നോക്കുമ്പോൾ, ഇടത് വലത് മുന്നണികളുടെ കാര്യമൊക്കെ നോക്കുമ്പോഴും ഈ രണ്ട് കൂട്ടരിൽ നിന്നും വലിയ രീതിയിൽ ബി ജെ പിയിലേക്ക് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ബി ജെ പിക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. പക്ഷെ ആ വന്നു എന്ന് പറയുമ്പോഴും ഇത്രത്തോളം ഇപ്പം സാറ് കുറച്ച് മുമ്പ് പറഞ്ഞു, ക്ലച്ചല്ല ആക്സിലേറ്റർ പിടിക്കും ബി ജെ പി എന്നാണ് പറഞ്ഞത്. അതായത് അത്രത്തോളം പവർഫുള്ളായി മാറാനായിട്ടുള്ള ഒരു ശേഷി ഇന്ന് ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ളത് മറന്നുകൊണ്ടാണ് ഈ രണ്ട് മുന്നണികളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വാഗ്വാദങ്ങളെല്ലാം. ജനം കൊടുക്കുന്ന മറുപടി ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ളത് തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ വേറൊരു കാര്യം ചോദിക്കും. ഇപ്പം കുഞ്ഞാലിക്കുട്ടിയുടെ സംഭാഷണത്തിൽ നിന്നാണല്ലോ നമ്മൾ തുടങ്ങിയത്. 2019 ലോക്സഭാ ഇലക്ഷന് കുഞ്ഞാലിക്കുട്ടി ഓടിപ്പോയി ഇലക്ഷനിൽ നിന്ന് ജയിച്ച്. എന്തിനാണെന്നറിയാമോ? അവിടെ കേന്ദ്രത്തിൽ അധികാരത്തിൽ ഒരു കോൺഗ്രസ്സാണ്. ഞാൻ കേന്ദ്ര മന്ത്രിയായിട്ട് ക്യാബിനറ്റ് മന്ത്രിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ കുഞ്ഞാലിക്കുട്ടി നോമിനേഷൻ കൊടുത്ത്. അവസാനം എന്ത് പറ്റി? മോദി പ്രതീക്ഷിക്കാത്തതിലും കൂടുതൽ ഭൂരിപക്ഷത്തിന് നാട്ടുകാർ മോദിയെ ജയിപ്പിച്ചു. അവസാനം കുഞ്ഞാലിക്കുട്ടി എന്ത് ചെയ്തു? 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞപ്പോൾ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അയാൾ ലോക്സഭാ അംഗത്തെ രാജിവെച്ച് കേരളത്തിൽ വന്ന് മത്സരിച്ചു ഇവിടെ മന്ത്രിയാവാനായിട്ട്. ഇവിടെ അപ്പോൾ പിണറായി വിജയനെ നാട്ടുകാർ ജയിപ്പിച്ചു. മനസ്സിലായല്ലേ? അപ്പോൾ കടിച്ചതുമില്ല പിടിച്ചതും ഇല്ലാണ്ട്. ഇപ്പം ഡൽഹിയിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിനോദങ്ങളെല്ലാം നടക്കും. കാരണം നല്ലൊരു ഓപ്പറേറ്ററാണല്ലോ കുഞ്ഞാലിക്കുട്ടിയൊക്കെ. നല്ല പൊളിറ്റിക്കൽ വീലർ ഡീലറാണ് അദ്ദേഹം. അപ്പം നല്ല സാമ്പത്തിക ഒരു ശക്തിയായിട്ട് അദ്ദേഹത്തിന് വീണ്ടും ഉയരാൻ വരുന്നു. അതും പോയി. ഇവിടെ ഒന്ന് ഈ MLA ആയിട്ട് ഇരിക്കേണ്ട ആവശ്യം വന്നില്ലേ? എത്രയോ നാളിനൊക്കെ മുമ്പ് തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവേണ്ട ആളാണ് കുഞ്ഞാലിക്കുട്ടി. അത് പോയി. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് ഇപ്പോൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. അത് കഴിഞ്ഞ് അദ്ദേഹം വീട്ടിൽ പോയി സഹപ്രവർത്തകരുടെ അടുത്ത് എന്താ പറയണമെന്ന് എനിക്ക് നിശ്ചയമില്ല. ചിലപ്പോൾ ഇത് നമ്മൾ വിചാരിക്കണ പോലെയൊന്നും അല്ല കേട്ടോ. പിടിച്ചാൽ പിടി കിട്ടൂല. ഇവരെന്തിനാ ഈ BJP-നെ രാവും പകലും കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കണേ? വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ നിയമസഭയിൽ BJP-യുടെ അംഗം ഉണ്ടായിരുന്നില്ല, ഒരംഗം പോലും ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ നിയമസഭയിൽ കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും പിന്നെ CPM-കാരും പിന്നെ CPI-ക്കാരും എല്ലാവരും BJP-നെ മാത്രമാണ് കുറ്റം പറഞ്ഞിട്ടുള്ളൂ. പരസ്പരം പഴിചായിരുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ അവസാനം പറയും CPM-കാരനെ നോക്കി കോൺഗ്രസ്സുകാരൻ പറയും നിങ്ങളും BJP-ആയിട്ട് രഹസ്യ ബാന്ധവമുണ്ടെന്ന് പറയും. ഉടനെ CPM-കാരൻ പറയും ഞങ്ങളല്ല നിങ്ങൾക്കാണ് രഹസ്യ ബാന്ധവം ഉള്ളതെന്ന് പറയും. CPI-കാരൻ പരസ്യമായിട്ട് എന്താ പറയുക, ഒന്നും പറയില്ല, രഹസ്യമായിട്ട് പോയി പറയും CPM പിണറായി വിജയനും BJP-ആയിട്ട് രഹസ്യ ബാന്ധവം ഉണ്ട് കേട്ടോ, ഞങ്ങൾക്ക് അറിയാമെന്ന് പറയും CPI-യുടെ നേതാക്കന്മാർ. അപ്പോൾ നിയമസഭയിലില്ലാത്ത BJP ഇത്രമാത്രം പരാമർശ വിഷയമാവുന്നു ഉണ്ടെങ്കിൽ BJP നിയമസഭയിൽ വന്നു കഴിഞ്ഞാലത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. BJP-യുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എല്ലാവരും O രാജഗോപാലിനെ പോലെ സാത്വികന്മാരായിക്കൊള്ളണമെന്നില്ല. ഈ ശോഭ തന്നെ നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ അവർ വിറയ്ക്കുമല്ലോ. ഇവർ ഈ പ്രതിപക്ഷത്തുള്ളവർ
അപ്പോൾ ആ പേടിയുണ്ട് അവർക്ക്, എങ്ങനെയെങ്കിലും അടിച്ച് താത്തുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ കളി മുഴുവൻ കളിക്കുന്നത്.